ഇന്ത്യ ഏറ്റവും വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന വാഹന വിപണിയാണ് നമുക്കറിയാം. എന്നാൽ അതിൽ ലക്ഷറി കാറിൻ്റെ ഷെയർ വലുതൊന്നുമല്ല, ചെറുതാണ്. എന്നാൽ ലക്ഷറി കാറിൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസ് ബെൻസ് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും അധികം സെയിൽ ചെയ്തിട്ടുള്ള കാർ മോഡൽ ഏതാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കുള്ളൂ, അത് ഇ ക്ലാസ് ആണ്. ഇന്ത്യയിൽ ഒഫീഷ്യലി മെർസിഡീസ് ബെൻസ് വന്നത് 1995 വരുമ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന കാർ ബ്രാൻഡ് W124 എന്ന് പറയുന്ന ഇ ക്ലാസ് മോഡലാണെങ്കിൽ ഇന്നും അത് ആ ഒരു ലീഡ് നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം 46,000 യൂണിറ്റുകളാണ് ഇതുവരെ ഇ ക്ലാസ് ഇന്ത്യയിൽ വിറ്റയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെർസിഡീസ് എപ്പോഴും ഇ ക്ലാസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അത് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഗ്രേഡാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ലേറ്റസ്റ്റ് 2021 മെർസിഡീസ് ബെൻസ് ഇ ക്ലാസ്. ഇ ക്ലാസ്സിൻ്റെ 2 വേരിയൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. E350 ഉണ്ട്, E200 ഉണ്ട്. വെൽക്കം ടു ഫ്ലൈവീൽ. ഇ ക്ലാസ് നമുക്ക് ഏറ്റവും അധികം പരിചിതമായിട്ടുള്ള മെർസിഡീസ് കാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ചുറ്റും നോക്കിയാൽ പല ടൈപ്പ് ഇ ക്ലാസും കാണാൻ പറ്റും. അതിൽ 124ൻ്റെ മുമ്പേ തന്നെയുള്ള 123 മുതലുള്ള ഇ ക്ലാസ്സുകൾ നമുക്കറിയാം. എന്നാൽ 124ൻ്റെ ഫേസ് ലിഫ്റ്റോട് കൂടിയിട്ടാണ് ഇ ക്ലാസ് എന്നുള്ള ഒരു നോമിക്കർ വന്നു തുടങ്ങിയത്. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്ന പല മോഡലുകളുണ്ട്. 210, 211, 212. ഇത് വന്നിരിക്കുന്നത് 213 എന്ന് പറയുന്ന മോഡലാണ്. 213ൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ ആക്ച്വലി വന്നിരിക്കുന്നത്. എന്നാൽ റീസെൻ്റ്ലി നമുക്കറിയാം മെർസിഡീസിൻ്റെ ഫേസ് ലിഫ്റ്റ് തന്നെ ഒരു പുതിയ ജനറേഷൻ ആവുന്ന രീതിയിൽ നമ്മൾ കാണാറില്ല. അത്രയും ചേഞ്ചസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ചേഞ്ചസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഇല്ലാത്ത കണ്ടതും ഞാൻ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു AMG ട്രിം കൊണ്ടുവന്നത്. ഞാൻ ഫസ്റ്റ് പുതിയ ഇ ക്ലാസ് കഴിഞ്ഞ മാസം ദുബായ് പോയപ്പോഴായിരുന്നു കണ്ടിരുന്നത്. ആ ദുബായിൽ ട്രിപ്പിൽ അവിടെ കണ്ടിരുന്നത് ഈ AMG വേരിയൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി മറ്റുള്ള മോഡൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അത് എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ വരിക. അപ്പോൾ ഞാൻ കരുതി മിക്കവാറും സാധാരണ വേരിയൻ്റ് ആയിരിക്കും വരാമെന്ന്. പക്ഷേ എന്നാൽ അതിശയിപ്പിക്കുന്ന രീതിയിൽ AMG ട്രിം കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാണ്ട്. അതെല്ലാം എങ്ങനെയുണ്ട് നോക്കുക. ആക്ച്വലി 3 ഫേസോട് കൂടിയിട്ടാണ് നോർമൽ ഇ ക്ലാസ് തന്നെ വരുന്നത്. ഒന്ന് ഈ ഒരു ഫേസ്, ഒന്ന് സാധാരണ ഇപ്പം വന്നിരിക്കുന്ന സെൻട്രൽ സ്റ്റാർ വരുന്ന ഗ്രില്ലും, അതുപോലെ തന്നെ പഴയ എലഗൻ ഗ്രില്ലോട് കൂടിയിട്ടാണ് പുറമേ വരുന്നത്. ഇന്ത്യയിൽ 2 ടൈപ്പ് വരുന്നത്, ഇതും E200ഉം E220 വരുന്ന മറ്റൊരു ഫേസ്. അത് എങ്ങനെയുള്ള ഡീറ്റെയിൽ നോക്കുക. പക്ഷേ അതിൻ്റെ മുന്നേ ഇ ക്ലാസ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു, ഇ ക്ലാസിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. മെർസിഡീസ് ബെൻസ് എന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ എസ് ക്ലാസിൻ്റെതായിരിക്കും. ഓഫ് കോഴ്സ് അതാണ് ഫ്ലാഗ്ഷിപ്പ് മോഡൽ. എന്നാൽ മെർസിഡീസ് ബെൻസിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ മോഡൽ എന്ന് എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇ ക്ലാസിനെയാണ്. ഇ ക്ലാസ് ആണ് ഇന്ത്യയിലും ആദ്യം എത്തിയിരുന്ന മോഡൽ. എന്നാൽ ഇ ക്ലാസിൻ്റെ പാരമ്പര്യം പറയുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസ് എന്ന ആ ഒരു നാമകരണത്തിനോളം പഴക്കമുള്ള പാരമ്പര്യമാണ് ഇ ക്ലാസിനുള്ളത്. എന്നാൽ സാധാരണഗതിയിൽ 1953 ഇറങ്ങിയിട്ടുള്ള W120 എന്ന് പറയുന്ന 190D പോണ്ടൂൺ മോഡൽ മുതലാണ് ഇ ക്ലാസിൻ്റെ ആൻസിസ്റ്റേഴ്സായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ശേഷം W110 എന്ന ഫിൻറ്റെയിൽ മോഡലും W115 എന്ന കോമ്പാക്ട് മോഡലും, പിന്നീട് നമ്മൾ ഏറ്റവും പോപ്പുലറായിട്ട് ഇന്ത്യയിൽ ആദ്യം അറിയുന്ന W123 എന്ന മോഡലുമായിരുന്നു ഇ ക്ലാസിൻ്റെ പിൻഗാമികൾ. ഇതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന ഇ ക്ലാസിനെ ആണ് ഇ ക്ലാസ് എന്ന നാമകരണത്തിനോട് അറിയപ്പെട്ടിരുന്നത്. അത് W124 എന്ന് പറയുന്ന മോഡലാണ്. എന്നാൽ W124ൻ്റെ തന്നെ 86 ഇറങ്ങിയിരുന്ന മോഡലായിരുന്നില്ല ഇ ക്ലാസ് എന്നറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റിൽ വന്നിരുന്ന 93 ഇറങ്ങിയിരുന്ന 124 മുതലാണ് ഇ ക്ലാസ് എന്ന നാമകരണം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ 124 എന്ന മോഡൽ ഇ ക്ലാസ് ആയിട്ട് വന്നിരുന്നെങ്കിലും 96 മുതൽ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ W210 എന്ന മോഡൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ ഇന്ത്യയിലെത്തുന്നത് 98-ലാണ്. അതിൻ്റെ ശേഷം W211ഉം പിന്നീട് W212ഉം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ലക്ഷറി കാർ എന്ന ഖ്യാതി ഇന്നും ഇ ക്ലാസ്സിനുള്ളതാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള W213 എന്ന മോഡൽ 2017 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പുറത്തെത്തുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡ് മോഡൽ, എസ്റ്റേറ്റ്, കൂപ്പേ, കൺവേർട്ടബിൾ, ഇതിന് പുറമെ ലോങ് വീൽ ബേസ് മോഡലും നിർമ്മാണത്തിലുണ്ട്. ഈ ലോങ് വീൽ ബേസ് ആദ്യം അവതരിപ്പിച്ചിരുന്നത് ചൈനയിലായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ഏക ലോങ് വീൽ ബേസ് ഉള്ള റൈറ്റ് ആൻഡ് ഡ്രൈവ് മാർക്കറ്റാണ് ഇന്ത്യ. ഈ ഇ ക്ലാസിൻ്റെ W213യുടെ മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന 2021 പുതിയ ഇ ക്ലാസ്. ഞാൻ ഹിസ്റ്ററിയിൽ പറഞ്ഞ പോലെ കറണ്ട് ജനറേഷൻ ഇ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തിൽ ആദ്യമായിട്ട് റൈറ്റ് ആൻഡ് ഡ്രൈവിലുള്ള ലോങ് വീൽ ബേസ് നിർമ്മിച്ചിട്ടുള്ളതും ഏക മാർക്കറ്റ് ഇന്ത്യയാണ്. ഇന്ത്യ എന്നുള്ള MB ഇന്ത്യ പ്ലാന്റിൽ മാത്രമാണ് ഈ ഒരു വേരിയൻ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള മോഡൽ അത് തന്നെ വലിയൊരു സക്സസ് മന്ത്രമായിരുന്നു ഈ ക്ലാസിൻ്റെ. ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഈ ക്ലാസ് ലീഡ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. എന്നാൽ ഇപ്പം അതിലേറെ ഒരു നല്ലൊരു കാര്യം വന്നിരിക്കുന്നത് 2 ഫേസ് കൊണ്ടുവന്നുള്ള. അതിൽ ഇപ്പം E350 എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലാണ് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്.
ഇതിൽ വന്നിരിക്കുന്ന ഫേസ് AMG ഗ്രില്ലോട് കൂടിയുള്ള കുറച്ചുകൂടി സ്പോട്ടിയർ ആയിട്ടുള്ള ഗ്രില്ലാണ്. AMG ട്രിമ്മാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രില്ല് ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ്. ഇതിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത് A ക്ലാസ്സിലാണ്. A ക്ലാസ്സിന് നമ്മൾ റിവ്യൂ കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ നോക്കാം, കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് CLS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഫേസാണ്. കുറച്ചൊരു ആംഗ്രി ആയിട്ടുള്ള ഇൻവേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവ് ഇൻവേഴ്സ് ആയിട്ടുള്ള ഗ്രില്ലാണ്. ഇതിൽ ഡയമണ്ട് സ്റ്റഡഡ് വന്നു. ഫ്രണ്ടിലൂടെ ഒരു ക്യാമറ കാണാം, 360ക്കുള്ള വലിയ ലോഗോ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ശരിക്കും പറഞ്ഞാൽ ക്രോം ലിപ്പോട് കൂടിയുള്ള വലിയ ബമ്പറാണ്. AMG ബമ്പറാണ്. ഇവിടെ വലിയൊരു എയർവെൻ ഡിസൈൻ, ഇവിടെ എയർവെൻ്റ് ഇല്ല, പക്ഷേ എയർവെൻ ഡിസൈൻ കാണാൻ പറ്റും. ഇതെല്ലാം ഒരു AMG എലമെൻറ്റാണ് നിൽക്കുന്നത്. ഈ ലൈറ്റിനെ കുറിച്ച് പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് പുതിയ S ക്ലാസ് ആണ്. ഞാൻ പുതിയ S ക്ലാസിൻ്റെ ഫസ്റ്റ് ലുക്ക് കൊണ്ടുവന്നിരുന്നു. അതും നിങ്ങൾക്ക് നമ്മുടെ ഫ്ലൈവീലിൻ്റെ ചാനലിൽ കാണാൻ പറ്റും. എമേസിങ് കാറാണ്. അപ്പോൾ S ക്ലാസ് ഒന്നും കണ്ടിട്ടുള്ള ഒരു കാര്യം, ആക്ച്വലി S ക്ലാസിൻ്റെ മുന്നേ തന്നെ ഫേസ് ലിഫ്റ്റ് E ക്ലാസ് വന്നിരുന്നു. പക്ഷേ S ക്ലാസ് എപ്പോഴും ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം പുതിയ ലൈറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന LED ലൈറ്റിൽ നമ്മൾ നേരത്തെ 2 സ്ട്രൈപ്സ് കാണാറുണ്ട്. E ക്ലാസ്സിന് S-ന് 3, C ക്ലാസ്സിന് 1 ആയിരുന്നു. അപ്പോൾ പുതിയ S ക്ലാസ്സോട് കൂടിയിട്ട് ആ സ്ട്രൈപ്പിന് പകരം ഡോട്ടായിട്ട് വന്നു. സ്റ്റഡ്, അത് ഡയമണ്ട് ഡോട്ട് പോലെ നിൽക്കുന്ന ഒരു ഡോട്ടാണ്. അപ്പോൾ ഈ 2 ഡോട്ട് 2 ഉള്ളതുകൊണ്ട് E ക്ലാസ്സാണ്. S ക്ലാസ്സിന് 3 വന്നിരുന്നു. അതിൻ്റെ മേലെ ഡാറ്റാം റണ്ണിങ് ലൈറ്റ് ഇങ്ങനെ വന്നു. ലൈറ്റ് ചെറുതായിട്ടുണ്ട്. ഇവിടെ LED കാണാൻ പറ്റും. LED ആണ്, ഹൈ പെർഫോമൻസ് ലൈറ്റാണ്. ഇതിൻ്റെ താഴെ ഹൈ ബീം വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ മൾട്ടി ബീം ഹെഡ്ലൈറ്റ് ആണെങ്കിൽ അതിന് ഏറ്റവും അധികം റേഞ്ച് വരുന്നത് 650 മീറ്ററാണ് ഹൈ ബീമിലെ റേഞ്ച് വരുന്നത്. അത് ഏറ്റവും അധികം റേഞ്ചുള്ള ഒരു ലൈറ്റിലൊന്നാണ്. പിന്നെ ഇവിടെ 2 പവർ ഹംസ് വന്നിട്ടുണ്ട്. അത് പുതിയ E ക്ലാസ്സിൽ വന്നിരിക്കുന്ന മറ്റൊരു എലമെൻറ്റ്. അതും നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണുമ്പോൾ ഒരു പവർഫുൾ ഫീൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫേഷ്യൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ഗ്രില്ലുള്ളത് നമുക്ക് E ക്ലാസ്സിൻ്റെ ഈ 200 നോക്കാം. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. പക്ഷേ ഇതാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഗ്രില്ല്. ശരിക്കും ഒരു അഗ്രസീവാണ്, സ്പോർട്ടീവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു യങ് ലുക്കിംഗ്. ആക്ച്വലി E ക്ലാസ് വയസ്സ് കൂടുന്തോറും യങ് ആവുന്നൊരു ഫീല് ഈ ഒരു ഫ്രണ്ടിൽ കാണുമ്പോൾ തോന്നുന്നത്. കുറച്ച് ചെറുതായൊരു ഫീലാണ് പുതിയ ഈൻ്റെ ഫേസിനുള്ളത്. പുതിയ E ക്ലാസ് ഞാൻ പറഞ്ഞു ലോങ് വീൽ ബേസ് ആണ്. ലോങ് വീൽ ബേസ് റൈറ്റ് ആൻഡ് ഡ്രൈവിൽ വരുന്ന ഏക മാർക്കറ്റാണ് ഇന്ത്യ. അത് തന്നെ ഇന്ത്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും നമുക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പുതിയ S ക്ലാസിൻ്റെ മാബാക്കാണ്. അത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും മനസ്സിലാവും. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ലൈൻ ഇത് നേരത്തെ തന്നെ ഉള്ള ജനറേഷനാണ്. ഞാൻ പറഞ്ഞ ഫേസ് ലിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ പഴയ ടൈപ്പിലുള്ള ഡ്രോപ്പിംഗ് ലൈൻ കാണാം. ആ ഒരു ഫ്രണ്ട് പെൻഡറും തുടങ്ങി റിയർ വരെ നിൽക്കുന്നുണ്ട്. S ക്ലാസ്സിലും കഴിഞ്ഞ C ക്ലാസ്സിലെല്ലാം വന്നിരുന്നത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വരുന്ന രീതിയിലാണ്. പിന്നെ വലിയൊരു സിലൗട്ടാണ് വന്നിരിക്കുന്നത്. വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്, കാണാൻ പറ്റുന്നത് നമുക്ക്. കുറച്ചൊരു റൗണ്ടും ടോപ്പിലെത്തും കുറച്ച് ഫ്ലാറ്റാണ്. ലോങ് വീൽ ബേസ് ആണ്. ആ ഫ്ലാറ്റ് ഭാഗം വരുന്ന രീതിയിലുള്ള ഒരു റൂഫ് ലൈനാണുള്ളത്. ഏകദേശം ഒരു 8 സെൻറ്റിമീറ്ററോളം ലെങ്ത്ത് കൂടുന്നുണ്ട്. അത് വ്യക്തമാകുന്നുണ്ട്. അത് കാണുന്ന ഒരു ഭാഗം ഇതാണ് ഞാൻ പറഞ്ഞ മാബാക്കിൻ്റെ ഒരു രീതിയിലൊരു ക്വാർട്ടർ ഗ്ലാസും ഇവിടെ ഡോറും വന്നു. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ അവിടുന്ന് ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു നല്ലൊരു എലമെൻറ്റാണ്. ഞാൻ പറയാറുണ്ട് സാധാരണ പ്രൊപ്പോർഷൻസ് സിഡാൻ ഏറ്റവും അധികം ക്ലാസ്സിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് മെർസിഡീസ് ബെൻസ്. അത് ഈ ക്ലാസ്സിലും ഇപ്പോൾ റിഫ്ലക്റ്റ് ആയി. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും സോഫ്റ്റ് ക്ലോസ് ഡോർ വന്നിട്ടുണ്ട്. ഇപ്പം 2 ടൈപ്പ് വീല് വരുന്നുണ്ട്. E350 വന്നിരിക്കുന്ന ഈ AMGയുടെ 5 ട്വിൻ സ്പോക്ക് 18 ഇഞ്ച് അലോയ്സ് ആണ്. അതും തന്നെ ഗ്രാഫൈറ്റ് ഫിനിഷ്, പ്രത്യേകിച്ച് ബ്ലാക്കിലെല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാലിബറിന് തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 17 ഇഞ്ച്. അത് നമുക്ക് ഈ 200 നോക്കാം. എനിവേ ഈ ഒരു ലെങ്ത്ത് എങ്ങനെ നല്ല രീതിയിൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കൂടാണ് ആക്ച്വലി E ക്ലാസ്സിനെ. ആക്ച്വലി ഇത് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ള മാബാക്ക് ആണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സെക്കൻഡ് E ക്ലാസ്സിന് വേണം നമുക്ക് പറയാം. പുതിയ ഈയിൽ മറ്റൊരു കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് റിയറാണ്. റിയർ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ളൊരു റിയറാണ്. ആക്ച്വലി കംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൂടാ, ബൂട്ടെല്ലാം അങ്ങനെ തന്നെയാണ് ആക്ച്വലി നിൽക്കുന്നത്. പക്ഷേ ബൂട്ടിൻ്റെ മേലെ വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റ്, അത് പുതിയ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈനാണ്. ഇങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലുള്ള സാധാരണ മെർസിഡീസിൽ കുറേ കാലം മുന്നെയാണ് ഇത്രയൊരു ഹൊറിസോണ്ടൽ ലൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്തെ ജനറേഷനിലെ വെർട്ടിക്കൽ ലൈറ്റ്സ് ഫോമാറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ഈലും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നൊരു 1, 2, 3 കാലഘട്ടം മുതൽ പിന്നോട്ടേക്ക്. പക്ഷേ ഒരിക്കലും ബൂട്ടിലേക്ക് കയറി നിൽക്കുന്ന സ്പ്ലിറ്റ് ടെയിലായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ഷാർപ്പറാണ്. എന്നായാലും ഇതിൽ വന്നിരിക്കുന്ന E ക്ലാസ്സിൻ്റെ ഒരു ക്ലസ്റ്റർ ഡിഫറെൻ്റ് ആണ്. S ക്ലാസ്സുമായിട്ട് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ A ക്ലാസ്സുമായിട്ട് ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി സ്ലീക്കറാണ് A ക്ലാസ്സിനേക്കാളും. ഇതിലും സ്ലീക്കറാണ് S-ൽ. ഇവിടെ നമുക്ക് ക്ലസ്റ്ററിനുള്ളിൽ LED ലൈറ്റ്സ് കാണാം. അത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കയറി വന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയുള്ളത് നല്ല അട്രാക്റ്റീവാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം തന്നെ എനിക്ക് നേരത്തെ ഞാൻ S-ൽ പറഞ്ഞവരെ ഫോട്ടോനേക്കാളും എനിക്ക് കുറച്ചുകൂടി നേരിട്ട് കാണുമ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഫോട്ടോജനിക് എല്ലാമെന്ന് തോന്നുന്ന കുറേ എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് ഫ്രണ്ട്, മറ്റൊന്ന് ലൈറ്റ്, ഇപ്പം വന്നിരിക്കുന്ന ടെയിൽ ലൈറ്റ്, ഇതെല്ലാം അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ബമ്പറിൽ നമുക്ക് കാണാവുന്ന ഒരു ഭാഗം ടെയിൽ പൈപ്പാണ്. ടെയിൽ പൈപ്പ് ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ എലമെൻറ്റാണ്. അടിയിലേക്കാണ് ടെയിൽ പൈപ്പ് വരുന്നത്. അതിൻ്റെ ഷേപ്പ് നേരത്തെ നമ്മൾ S-ലെല്ലാം കണ്ട് പരിചയത്താണ്. പക്ഷേ ഈ ഒരു ക്രോം സ്ട്രിപ്പ് താഴെ വന്നതും അട്രാക്റ്റീവ് ആണ്. മൊത്തത്തിൽ ഡിസൈൻ വെച്ച് പറയുമ്പോൾ 3 ട്രിമ്മും 2 ബോഡി ഷേപ്പാണ് വന്നിരിക്കുന്നത്. അതിൽ AMG ട്രിമ്മാണിത്. പിന്നെ ഒരു എക്സ്ക്ലൂസീവും അതുപോലെ തന്നെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ 2 ട്രിമ്മുണ്ട്. എനിവേ ഈ ഒരു AMG ട്രിമ്മ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പോർട്ടിയാണ്, എലഗൻ്റാണ്.
ഏറ്റവും ക്ലാസിഫായിട്ടായി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സിഡാൻ ഫോം ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ക്ലാസ്സിൻ്റെ. അത് നന്നായിട്ടുണ്ട്. പുതിയ ഇ ക്ലാസ് എന്ന് പറയുമ്പം ഉള്ളിൽ കയറുമ്പോൾ പുതിയ കാര്യങ്ങൾ തോന്നുന്ന കുറച്ചേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു കാരണം, ഇവിടെ നേരത്തെ അനലോഗ് ക്ലോക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. മീൻസ് ഇനി അനലോഗ് അല്ല ഡിജിറ്റലാണ് എല്ലാം എന്നുള്ളതാണ് മെർസിഡീസിൻ്റെ ഫിലോസഫി. അതുകൊണ്ടാണ് അത് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഈ കേസിൽ കംപ്ലീറ്റ്ലി ആ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ല. എങ്കിലും നമുക്കറിയാം പുതിയ MBUXൻ്റെ സിസ്റ്റം, ഹലോ മെർസിഡീസ് എന്നുള്ള കൺട്രോൾ സിസ്റ്റം എല്ലാം നമുക്കറിയാവുന്നതാണ്. അതെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രീന് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ക്വാളിറ്റിയും ഗ്രാഫിക്സും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള മെയിൻ കാര്യം സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ഫസ്റ്റ് ഈ ഒരു കാറിലാണ് ഇൻട്രൊഡ്യൂസ് എങ്കിലും ഏറ്റവും പോപ്പുലർ ആയത് പുതിയ എസ് ക്ലാസ്സിലൂടെയായിരുന്നു. ഞാൻ നേരത്തെ എസ് ക്ലാസിൻ്റെ പ്രിവ്യൂവിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴും പലർക്കും ഫോട്ടോയിൽ ഈ സ്റ്റിയറിംഗ് വീൽ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി, കാരണം ഇവിടെ ഒരു ഹമ്പ് മാതിരിയാണുള്ളത്, ശരിക്കും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഡോംബ്, ഹമ്പല്ല ഡോംബ് പോലെയുള്ളത്. ആ ഡോംബും അതിൻ്റെ മേലെ ലോഗോ വരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും കാവ് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഒപ്റ്റിമം സൈസേ ഉള്ളൂ. ഇത് നാപ്പ ലെതർ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ സ്റ്റിയറിംഗ് വീല് പലരും, എനിക്കറിയാം നമ്മളെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഫോട്ടോയിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എനിക്കും ആദ്യം ഇഷ്ടമായിരുന്നില്ല. ഞാൻ എസ് ക്ലാസ്സിലാണ് ആദ്യം കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം അതിൽ കണ്ടിരുന്നത് ആക്ച്വലി എസ് ക്ലാസ്സിൽ അന്ന് കണ്ടിരുന്നത് AMG സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ അന്ന് തന്നെ ഈ ക്ലാസ്സിലും കൂടെ കണ്ടപ്പം ഈ ഒരു ഡിഫറൻസ് മനസ്സിലായി. അപ്പം സ്റ്റിയറിംഗ് വീലിന് നേരത്തെ ഞാൻ നെക്സ്റ്റ് ഇയറിൽ പറഞ്ഞ പോലെ ഒരു ഫോട്ടോജനിക് അല്ലാത്തൊരു എലമെൻ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൊരു കാര്യമാണത്. സ്റ്റിയറിംഗ് വീലിൽ മറ്റൊരു എലമെൻറ്റുള്ള ഇതിൽ വന്നിരിക്കുന്ന കൺട്രോൾസാണ്. മൾട്ടി ഫങ്ഷൻസ് എല്ലാം തന്നെ ടച്ച് കൺട്രോൾ ആയിട്ടുണ്ട്. സ്വിച്ചസ് പോയി ടച്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ എസ് ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കൊരു ആക്ച്വലി ഒരു പരിചിതമായിട്ടുള്ളൊരു ഫീല് തോന്നി. എങ്കിലും അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ബോൾഡ് മൂവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൽ ഇൻറ്റീരിയർ കളർ കോമ്പിനേഷനാണ്. കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം ബേജ് നമുക്കറിയാം, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേജിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാര്യമില്ല. പക്ഷേ ബേജിന് മാച്ച് ആവുന്ന മറ്റൊരു കളർ ഇവിടെ കൊണ്ടുവന്നു, അത് ബോൾഡ് മൂവാണ്. ഇപ്പോൾ നമുക്കറിയാം ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് കളർ ബ്ലൂ ആണ്. അതുപോലെ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഇവിടെ കൊണ്ടുവന്നു. ഇതും ആക്ച്വലി W222 എന്ന് പറഞ്ഞ എസ് ക്ലാസ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ബ്ലൂ ഫോളസ്ട്രി ബേജും, അത് ബ്ലൂ ചിലപ്പോൾ സീറ്റിനും ബേജ് ഡാഷിനും വരുന്നൊരു ഫിനിഷ് ഉണ്ടായിരുന്നു അതിൽ. ഇതേതായാലും ഈ ഒരു 350 വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ട്. നമുക്ക് വീഡിയോയിലും കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു. അതും ഈ ബേജും ഭയങ്കരമായിട്ട് കളർ കോമ്പിനേഷൻ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഡബിൾ സ്ക്രീനിൻ്റെ പുറമെ 12.3 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്, 4 AC വെൻറ്റും. ഇതൊരു എസ് ക്ലാസ്സിലും അതുപോലെ തന്നെ CLS-ലും കണ്ട തരത്തിലുള്ള ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. സ്വിച്ചസ് എല്ലാം തന്നെ നീറ്റ്ലി ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ്ങും USB-C ചാർജിങ്ങും വരുന്നുണ്ട്. ഇവിടെയും ടച്ച് ഫംഗ്ഷൻ വരുന്നുണ്ട്. കൺട്രോൾസ് എല്ലാം ഇവിടെ വരുന്നു. വണ്ടി റേസ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 USB-C ചാർജറും ഒരുപാട് സ്പേസും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് സീറ്റും നല്ല സപ്പോർട്ടീവാണ്. ഇതെല്ലാം ഇപ്പോൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടത്തെ 2 സീറ്റും ഇവിടുന്ന് തന്നെ ലെഫ്റ്റ് സീറ്റും കൺട്രോൾ ചെയ്യാം. 3 മെമ്മറിയും വരുന്നുണ്ട്. ടൈ സപ്പോർട്ടെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം MBUX ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ റീസെൻ്റ്ലി എ ക്ലാസ്സിൻ്റെ റിവ്യൂലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് സിസ്റ്റം തന്നെ അതിലുള്ള ബോമസിൻ്റെ സൗണ്ട് ആണുള്ളത്. അതും തന്നെ നല്ലൊരു സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ്. നല്ല പെർഫെക്റ്റ് സൗണ്ടിങ് ആണ് വന്നിരിക്കുന്നത്. വലിയൊരു പാനോറമിക് സൺറൂഫും വരുന്നുണ്ട്. ഇതെല്ലാം ഈ ക്ലാസ്സിലെ മറ്റ് എലമെൻറ്റ്. ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഈ ക്ലാസ്സിൽ പരിചിതമായിട്ടുള്ളതാണ്. റിയർ സീറ്റ് ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് സ്പേസോട് കൂടിയുള്ള റിയർ സീറ്റാണ് ഉള്ളത്. എങ്കിലും അവിടെ ഇരുന്നിട്ടും ഞാൻ അതിലുള്ള 1-2 ഫീച്ചേഴ്സും കൂടെ കാണിച്ചു തരാം. റിയർ സീറ്റ് ഈ ക്ലാസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എസ് ക്ലാസ് അൾട്ടിമേറ്റ്ലി റിയർ സീറ്റിനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാറാണെങ്കിൽ ഈ ക്ലാസ് ഇന്ത്യയിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ലോങ് വീൽ ബേസ് വന്നിട്ടുള്ളത്. ആ ഒരു എക്സ്ട്രാ എലമെൻ്റ് ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ റിയറിൻ്റെ സ്പേസിലൊന്നും തന്നെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. റിയർ സീറ്റിൻ്റെ ഒരു ഷേപ്പും എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് 2-3 ഘടകങ്ങളുണ്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. ഒന്ന് ഇതിലുള്ള റിക്ലൈനിങ് ആണ്. അപ്പോൾ ഇതിൽ ഏകദേശം 37 ഡിഗ്രിയോളം റിക്ലൈൻ ചെയ്യാം. ഇത്ര വരെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്ര റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പേഷ്യസ് ആണ്. ഓൾറെഡി നല്ല നീ റൂമും നല്ല ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഷോൾഡർ റൂമുണ്ട്. ഇതിപ്പം ഞാൻ മടക്കി വെച്ചുകൊണ്ട് ഇത്രയും 2 സീറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് സീറ്റും ലെഫ്റ്റിലുള്ള സീറ്റ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ആക്കി കഴിഞ്ഞാൽ മാക്സിമം ഇത്രയൊന്നും എനിക്കൊന്നും സ്ഥലം വേണ്ട. മേ ബി ഒരു 6 ഫൂട്ടറിൻ്റെ മേലുള്ള ആൾക്കാണെങ്കിൽ പോലും ഈസിലി സ്ഥലം കിട്ടും. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാനും തുറന്ന് വയ്ക്കാനും പറ്റും. ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഒരു കുട്ടിക്ക് മാക്സിമം ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയുള്ള അട്രാക്ഷൻ ഉള്ളത് ഈ ഒരു സ്ക്രീൻ വന്നാണ്. പോപ്പപ്പ് ചെയ്ത് വരുന്ന സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് കൺട്രോൾസ് ചെയ്യാം. ഇപ്പം മ്യൂസിക്, അതുപോലെ തന്നെ റേഡിയോ, ആംബിയൻ ലൈറ്റിങ്, അതുപോലെ ആംബിയൻ ലൈറ്റിങ്ങിന് 64 കളേഴ്സ് വരുന്നത്. ഇപ്പോൾ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നു റെഡ് കളറായി, ഗ്രീനായി, റെഡ് വീണ്ടും വന്ന് ബ്ലൂ ആയി,
അപ്പോൾ ഇതിങ്ങനെ മാറും. ഇതിൽ നമുക്കറിയാം 64 കളേഴ്സിൽ പല മൾട്ടി കളറും ബ്രൈറ്റ്നസ് കൂട്ടാനെല്ലാം പറ്റും. ഇതൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെറ്റിങ്സ് ഇവിടെ നിന്ന് നോക്കാം. അതുപോലെ തന്നെ MBS എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പക്ക ടാബ്ലറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, ആൻഡ്രോയിഡ് ടാബ്ലറ്റായിട്ട്. ഈ ഒരു ഫീച്ചർ വളരെ പുതിയതൊന്നുമല്ല, പക്ഷേ ഈ ക്ലാസ്സിൽ അതിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന എല്ലാ വേരിയൻസും ത്രൂ ഔട്ട് വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമായി മാറ്റം, ഇവിടെ ഒരു എയർ വെൻറ്റും നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ താഴെ ഒരു കപ്പ് ഹോൾഡറും അത് ഷേപ്പ് ചെയ്തത് കുറേ കൂടി അട്രാക്റ്റീവ് ഉണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് USB-C ചാർജറും ഒരു കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. അതും നല്ലൊരു എലമെൻ്റായി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാനോറമിക് സൺ റൂഫും പിന്നെ തന്നെ ഇവിടെ ഒരു സൺ ബ്ലൈൻഡെല്ലാം വരുന്നത് ഉണ്ട്. അതിൽ നമുക്ക് ഡ്രൈവിൽ നോക്കാം. എനിവേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് റിയർ സീറ്റ് ഒന്നും നോക്കാൻ ഈ ക്ലാസ് എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. Zero to 100 6.1 seconds ആണ് ഈ 350 വേണ്ടത്. ഞാൻ എക്സ്പ്രസ് ഹൈവേയിലായിരുന്നു ഉള്ളത്. 120 ആണ് ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡ്. പക്ഷേ ഈ ഒരു സ്ട്രെച്ച് കാലിയപ്പോൾ എടുത്തായിരുന്നു. 150 വരെ ഈസിലി കയറി വന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ആ പവർ ട്രെയിനിൻ്റെ ഗുണമാണ്. പവർ ട്രെയിൻ എന്ന് പറയുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും കൂടി ചേരുമ്പോൾ ഉള്ള ആ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. 0 to 100 6.1 seconds ആണ്. ലോഞ്ച് ആയിട്ടില്ല ചെയ്ത് ലീനിയർ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ 0 to 100 എത്തിയിട്ടുണ്ട്. ലൈക്ക് വേഗം തന്നെ നമുക്ക് 80 ബീപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ 100 ആയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ 120 മുതൽ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് തിങ്, എഞ്ചിൻ്റെ പവറിനേക്കാൾ ഏറെ ഞാൻ എൻജോയ് ചെയ്തത് ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. അപ്പോൾ വണ്ടി രാവിലെ കിട്ടി, നമ്മൾ ഒരുപാട് കറങ്ങി ഒരു ഭാഗം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുന്നത്. ഈ പോകുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഫീലിംഗ് ഉണ്ടായിരുന്ന ഒരു എസ് ക്ലാസിൻ്റെ ഫീൽ, അതായത് 222 എസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 350 ഡീസൽ ഉണ്ടായിരുന്ന അതേ ഫീലാണ് ഇപ്പോൾ ഈ ക്ലാസ് 350 ലഭിക്കുന്നത്. എക്സാജറേഷൻ അല്ല, റിയൽ ഫീലാണ്. കാരണം ഒന്ന് അതിൻ്റെ സസ്പെൻഷൻ്റെ ഫീൽ, രണ്ട് എൻജിനും അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടുമ്പോഴുള്ള റിഫൈൻമെൻറ്റും, അതായത് ഓരോ തരത്തിലുള്ള റിഫൈൻമെൻറ്റ്. എഞ്ചിനാണെങ്കിൽ ശരിക്കും ബട്ടർ സ്മൂത്ത് എന്ന് പറയുന്നൊരു എഞ്ചിനാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിൻ, ക്വയറ്റാണ്. ഗിയർ ബോക്സ് ആണ് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ചേഞ്ചസ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഈ ബംപ്സിലെല്ലാം തന്നെ സസ്പെൻഷൻ ആക്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പമ്പാണിത്, സ്മൂത്ത്. ഈ ഒരു ഫീല്, അതുപോലെ തന്നെ റോഡ് നോയ്സ്, വിൻഡ് നോയ്സ് അതും വളരെയധികം അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം എസ് ക്ലാസ് ഇറങ്ങിയ സമയത്ത് കിട്ടിയ ഒരു ഫീലുണ്ട്. ഏത് സമയത്ത് നമുക്കറിയാം എസ് ക്ലാസ് ആണ് ബെഞ്ച് മാർക്കിംഗ് മോഡൽ. മെർസിഡീസിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ലക്ഷറി കാർ സെഗ്മെന്റിലും എസ് ക്ലാസ് കൊണ്ടുവരാനുള്ള ബെഞ്ച് മാർക്ക് നമുക്കറിയാവുന്നതാണ്. അത് ഉടനെ ഫോളോ ചെയ്യുന്ന മെർസിഡീസ് മോഡലാണ് ഈ ക്ലാസ്. അത് പണ്ട് മുതലത്തെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ ഇവിടെ ആക്ച്വലി റിവീൽ ചെയ്തിട്ടുണ്ട് ഈ 350-ൽ. അടിപൊളി സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. എയർ ബോഡി കൺട്രോൾ എന്ന് പറയുന്ന സസ്പെൻഷനാണ്. അത് ഈ ഒരു മോഡൽ മാത്രം, ഈ 350-ൽ മാത്രമാണ് ഇപ്പം ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നിയില്ല. നേരത്തെയും ഈ 350 പ്രീ ഫേസ് ലിഫ്റ്റിലും സസ്പെൻഷൻ എയർ സസ്പെൻഷൻ ആയിട്ടുള്ള ഗുണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 220 ഈ 200-നും സസ്പെൻഷൻ്റെ ഒരു അൾട്രാ സ്മൂത്ത് ഇല്ലായ്മ ഉണ്ടായിരുന്നു. അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റിൽ നമ്മൾ കണ്ടത്. അത് നമ്മുടെ റീസെൻ്റ്ലി ചെയ്തിരുന്ന ട്രാവലോഗിൽ അത് ശരിക്കും വ്യക്തമായിരുന്നു. ആ ട്രാവലോഗിൽ നമ്മൾ ചെട്ടിനാട് കാര്യം കൂടി ഓൾറെഡി കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ലിങ്ക് ഒക്കെ കാണാം. അതല്ലാതെ നമ്മൾ അതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് രാമേശ്വരം, ധനുഷ്കോടിയിലും അതുകൊണ്ട് വരുന്നതായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് വന്നിരുന്ന ഈ ക്ലാസ് ഈ 350 തുടക്കത്തിൽ മാത്രമായിരുന്നു നമുക്ക് ഓടിക്കാൻ ചാൻസ് കിട്ടി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് മാത്രം ഇടയ്ക്കൊന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സസ്പെൻഷനിൽ ഇതാ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഹാർഡ് ടേൺ ഞാൻ എടുക്കുമ്പോഴും ബാക്കിലുള്ള അവിടെ ഇവിടെ ആവുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നില്ല ബോഡി റോൾ ഉണ്ടോയെന്നുള്ളത്. ശരിക്കും നല്ലൊരു പ്ലാന്റഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഇതിലുള്ളത്. എസ്സിൽ കിട്ടുന്ന ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്. അത് ശരിക്കും ഒരു കംഫർട്ട് കൂട്ടുന്ന ഒരു മൂവ്മെൻ്റാണ്. ഈ ഒരു മൂവ്മെൻ്റാണ് പലപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക മോഷൻ സിക്നസ്സിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഇത്രയും ഹാർഡായിട്ട് ടേൺ എടുത്തപ്പോഴും നമ്മൾ നേരത്തെ ഹൈവേയിൽ ഒന്ന് പൊളിച്ച് ഡ്രൈവ് ചെയ്തപ്പോഴെല്ലാം കിട്ടിയൊരു ഫീല്. പ്രത്യേകം നമ്മൾ ഡ്രൈവ് മോഡ് മാറ്റുമ്പോൾ സസ്പെൻഷൻ്റെയും ക്യാരക്ടറിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സ്പോട്ടിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ടേണിലെടുക്കുമ്പോൾ ആ ഒരു പ്ലാന്റഡ് ഫീല് ശരിക്കും ലഭിക്കുന്നുണ്ട്. കുറച്ചൊരു റഫ് പാർട്ടാണ് റോഡ്. പക്ഷെ സ്പീഡ് കൂടുന്നതോറും എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ്റെ ഫീല് ബെറ്റർ ആവുന്ന പോലെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കംഫർട്ടിലാണെങ്കിൽ ശരിക്കും കംഫർട്ട് അറിയുന്ന രീതിയിലുണ്ട്. പെട്ടെന്ന് തന്നെ കംഫർട്ടിലൊക്കെ എടുത്തപ്പോൾ ഈ ഫീൽ വന്നു തുടങ്ങി.
അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും മനസ്സിലുണ്ട്. സ്പോർട്ട് പ്ലസിനും ചെറിയ ചേഞ്ചേ മനസ്സിലാവുള്ളൂ. പക്ഷേ സ്പോർട്ടാണെങ്കിലും സ്പോർട്ട് പ്ലസിനാണെങ്കിലും കംഫർട്ടിലേക്ക് മാറുമ്പോൾ ആ ചേഞ്ച് ശരിക്കും അറിയാം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് എലമെൻ്റ് ആയിട്ട് എനിക്ക് രണ്ടാമത് തോന്നിയിട്ടുള്ളത്. വീണ്ടും തൊട്ടടുത്ത് തന്നെ ഒരു E-Class കാണുന്നതായിരുന്നു. ട്രാക്കിയും ഒരു E-Class കണ്ടിട്ടുണ്ടാവും. സോ E-Classനൊരു പോപ്പുലാരിറ്റി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമുക്കിവിടെ വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള ലക്ഷറി കാറാണ് മെർസിഡീസ് E-Class. മോഡൽ വൈസ് നമ്പേഴ്സ് ആണെങ്കിലും ഏറ്റവും വന്നിരുന്ന മോഡലാണ്. ഇപ്പോൾ ലാസ്റ്റ് ജനറേഷനാണ്. നമുക്ക് ഒരുപാട് ഇതിനിടയ്ക്ക് പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡൽ, അതായത് ഇതിൻ്റെ തൊട്ട് മുന്നുള്ള മോഡലെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാലും സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു. ഇനി സ്റ്റിയറിംഗ് ആണ് അടുത്തൊരു കാര്യം. സ്റ്റിയറിംഗിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ലുക്സിനെ കുറിച്ച്. സ്റ്റിയറിംഗിൻ്റെ രണ്ടാമത് എനിക്ക് ഫീലാണ്. ഈ സ്റ്റിയറിംഗ് വീല് പലരും ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് കാണാൻ ഭംഗിയില്ല. അത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വിഷ്വൽ അങ്ങനെ. പക്ഷേ ഇതിൻ്റെ ഒരു പിടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നാപ്പ ലെതറിൽ കവർ ചെയ്തിരിക്കും. കളർ പോട്ടെ, അതിനെ പറ്റി നമ്മൾ ഒരുപാട് പരാമർശിച്ച് കഴിഞ്ഞാണ്. പിടിക്കുമ്പോൾ ഒരു ഫീൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഹോൾഡ് വരുന്നതുകൊണ്ട് എപ്പോഴും നല്ലൊരു ഗ്രിപ്പാണ് കിട്ടുന്നത്. അത് നല്ലൊരു എലമെൻറ്റ്. അതിൻ്റെ പുറമെ സ്റ്റിയറിംഗിൻ്റെ ഒരു സൈസും ഒരു ഒപ്റ്റിമം സൈസാണ്. ഈ സെൻട്രൽ ഹബ്ബായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്പോട്ടി ഫീല് എവിടേക്കോ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും അട്രാക്റ്റീവായി നിൽക്കാറുള്ളത് AMG സ്റ്റിയറിംഗ് വീലാണ്. അത് വേറെ തന്നെ ഒരു ഫോർമാറ്റിലുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് പുതിയ S-Classലും വന്നിട്ടുള്ളത്. S-Classൽ ഞാൻ ഫസ്റ്റ് ലുക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിയറിംഗ്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ടച്ച് ഫംഗ്ഷൻസ് എല്ലാം വളരെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോളെല്ലാം ഞാൻ പറഞ്ഞതും അതെല്ലാം യൂസ് ചെയ്യാനും ഡ്രൈവ് ചെയ്യുമ്പോൾ ഈസിലി പറ്റുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ആണെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു ഫീൽ, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അതും നല്ലൊരു എലമെൻ്റാണ്. എനിക്ക് പിന്നെ പറയാൻ തോന്നുന്ന പവറിനെ കുറിച്ച്, കാരണം നമ്മൾ വിചാരിക്കുന്ന കമാൻഡിൽ എഞ്ചിൻ പെർഫോം ചെയ്യണം, തൊടുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 120 തൊട്ട് താഴെ നിർത്തിയിരിക്കാറുണ്ട്. 120 എത്തിക്കഴിഞ്ഞാൽ ബീപ്പ് അടിച്ചു കൊടുക്കും. പിന്നെ ഓടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു ഫീല് നേരത്തെ പറഞ്ഞ ഈ ഒരു ബ്ലൂ കളറാണ്. അത് ഭയങ്കര ഒരു ഐ പ്ലീസിങ് ആയി തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ ബ്രൗണും ബ്ലാക്കും എല്ലാം കാണുന്നിടത്ത് ഈ ബ്ലൂ വന്നത് വളരെ നല്ലൊരു എലമെൻ്റ് ആയി തോന്നുന്നതാണ്. വീണ്ടും ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ടേൺ എടുക്കുന്നത്. ഒരു 190+ലാണ്. സസ്പെൻഷൻ പക്കാ പ്ലാന്റഡ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഇത്രയും വലിയ വണ്ടി ആകുമ്പം എപ്പോഴും ഉണ്ടാകുന്ന സംഗതി വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോ ചെയ്യും. അത് ശരിക്കും നമ്മളെ കൺട്രോള് മിസ്സാക്കാനോ നമ്മളെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് നഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇത് വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോ ചെയ്യുന്നില്ല. വലിയ വണ്ടിയാണ്, ലോങ് വീൽ ബേസ് ആവുന്നത്. ഇതിന് ഡൈനാമിക്സിൽ എവിടേക്കോ കുറച്ച് ഒരു അപൂർണത ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു കമ്പയർഡ് ടു 5 സീരീസ്. പക്ഷേ കംഫർട്ടും അതുപോലെ തന്നെ നമ്മൾ സാറിന് പറഞ്ഞ പോലെ ഒരു ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോൾ പോകുന്ന സംഗതി അത് ഒരിക്കലും വരുന്നില്ല. നമ്മളൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് അല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ റിഫൈൻമെന്റ് ആണ്. AC മാക്സിമം ബ്ലോർ കുറച്ച് വെച്ചിട്ടുണ്ട്. റോഡ് നോയ്സ് ഇപ്പം ഇവിടെ അത്യാവശ്യം ഈ റോഡ് എന്ന് പറയുന്ന പക്ക കോൺക്രീറ്റഡ് റോഡ്, എന്നിട്ട് പോലും റോഡ് നോയ്സ് പറയത്തക്ക റോഡ് നോയ്സ് ഇല്ല. വിൻഡ് നോയ്സ് ഒട്ടും വരുന്നില്ല. എൻജിൻ നോയ്സ് ഒട്ടും വരുന്നില്ല. സോ ഇതെല്ലാം തന്നെയാണ് മെയിനായിട്ട് എനിക്ക് 350 ഫീൽ ചെയ്തിട്ടുള്ള ഘടകങ്ങൾ ഓടിക്കുമ്പോൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും എനിക്ക് നോക്കാനുള്ള പക്ക റിയർ സീറ്റിൻ്റെ ഒരു ടണലും, പിന്നെ ഈ ടണലിൽ കയറുമ്പോൾ ഈ ഒരു ഫീല്, ഈ ബ്ലൂ ആംബിയൻ ലൈറ്റിംഗ്, അതും അതുപോലെ തന്നെ അവസരോചിതമായിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അത് ശരിക്കും നല്ലൊരു ഫീലായിട്ട് എനിക്ക് ലഭിക്കുന്നത്. മറ്റൊരു ഘടകമുള്ളത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഈ 200 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു കാറായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നമ്മളെപ്പോഴും നോക്കാറുള്ള അടി തട്ടുന്നുണ്ടോ എന്നാണ്. അതിപ്പോൾ ഞാൻ പറയില്ല, ഇത്രയും നമ്മൾ ഓടിച്ചിട്ട് റേസ് ചെയ്യാതെ തന്നെ അടിയൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. റേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വണ്ടി കുറച്ച് പൊക്കാൻ പറ്റും. അപ്പോൾ അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ച് വന്ന രീതിയിൽ തന്നെ നമ്മൾ ഹമ്പെല്ലാം ചാടിയപ്പോഴും ഒരു സ്ഥലത്തും അടി തട്ടേണ്ടി വന്നിട്ട് നോർമലി തന്നെ നമ്മൾ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു എലമെൻ്റാണ്. പെട്ടെന്ന് തന്നെ 80 എത്തുന്നുണ്ട്. BP എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവും. പിന്നെ അതാ ഇവിടെ നല്ല ഈ ചെറിയ ചെറിയ റോഡുകളാണെങ്കിലും നമുക്ക് മെന്യൂവറബിലിറ്റി സാധാരണ മെർസിഡീസിൻ്റെ വലിയൊരു എലമെൻ്റാണ് സ്റ്റിയറിങ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഒതുങ്ങിയിട്ടുള്ളൊരു ഫീലും ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ചെറിയ റോഡിൽ. അപ്പോൾ ഇത് ആക്ച്വലി കാണുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വലിയ ഡിവൈഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ട്രാക്ക് റോഡാണ്. ഇവിടെ ശരിക്കും അത് അറിയുന്നുണ്ട്. ഇനി ഞാൻ റിയറിൽ ഇരുന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. റിയറിൽ കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് സ്പേസ് എന്തായാലും ഉണ്ട്. കാരണം E-Classൻ്റെ ലോങ് വീൽ ബേസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ സ്പേസിൽ നിന്ന് ഒരു കുറവ് വന്നിട്ടില്ല. അത്ര തന്നെ സ്പേസ് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഉള്ള പോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലുള്ള സീറ്റ്, ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ തന്നെ പറ്റും. നേരത്തെ തന്നെ
ഇന്ത്യയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു നോർമൽ ഒരു കംഫർട്ടബിൾ പൊസിഷൻ, നോർമലി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും റിക്ലൈൻ ചെയ്ത ഏകദേശം 37 ഡിഗ്രീസിലാണ് ഞാൻ ചെരിഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പം രണ്ടാമത് എനിക്ക് കിട്ടുന്ന ഒരു എസ് ക്ലാസ് ഫീൽ ഉണ്ട്. കാരണം നമുക്കറിയാം എസ് ക്ലാസ്സിൽ ഉണ്ടാകുന്ന സീറ്റുകൾ ഒരു അൾട്ടിമേറ്റ് സീറ്റ്സ് ആണ്. എസ്പെഷ്യലി റിയർ സീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എസ് ക്ലാസ് ഡെവലപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് റിയർ സീറ്റ് പാസഞ്ചറിന് എപ്പോഴും കണക്കിലെടുക്കാറുണ്ട്. അത് ഈ ക്ലാസ്സിൽ ഇപ്പോൾ വന്നു തുടങ്ങി. നല്ല കംഫർട്ടബിളി ഇരിക്കാവുന്ന സീറ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു കുഷൻ, ഈ ഒരു തലയണ, അത് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീല് ശരിക്കും അറിയാം. അത് വളരെ നല്ലൊരു എലമെൻ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ടയർഡെല്ലായിട്ട് പോകുമ്പോൾ ഒന്ന് മയങ്ങി പോകണമെങ്കിൽ പക്ക പറ്റുന്ന സാധനമാണ്. ബേസിക്കലി നമുക്കറിയാം പില്ലോനെ കുറിച്ച് പറയുമ്പം വേൾഡിൽ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള പില്ലോസ് പറയുന്നത് ഒന്ന് ഹോഴ്സ് ഹെയർ പില്ലും അതുപോലെ തന്നെ ഫെദർ പില്ലോ. ഫെദർ നമ്മൾ തൂവല. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന അത്തരത്തിലുള്ള ഫെദർ പില്ലോ ആണ്. അതൊരു ഈർപ്പം പിടിച്ചെടുക്കുന്ന ഒരു ഫെദറാണ്. ടക്ക് ഫെദർ എന്ന് മറ്റാണ് പറയുന്നതിന്. അപ്പോൾ ആ ഒരു ഫെദർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സോഫ്റ്റുമാണ്, എന്നാൽ ഈർപ്പം പിടിച്ചെടുക്കും. മീൻസ് നമ്മൾ ടയർഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയി തലേന്നുള്ള വേണ്ടാത്ത ഈർപ്പം പിടിച്ചെടുക്കുമായിരിക്കും. അതെൻ്റെ ഒരു കണ്ടെത്തലാണ്. എനിവേ ആ ഒരു ഫീല്, കംഫർട്ട് എന്തായാലും ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടബിലിറ്റി. ഇതിന് പുറമെ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് വന്നു കഴിഞ്ഞാൽ ആ പ്രൈവസി ലഭിക്കും. ഇവിടെ ഏതായാലും മാനുവലി കൺട്രോൾ ചെയ്യുന്ന ബ്ലൈൻഡ് ഉണ്ട്. ഇത്രയും നമുക്ക് ബ്ലൈൻഡായിട്ട് ഇരുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു VIP ഓണറിലാണെങ്കിൽ പുറത്തുള്ള കാഴ്ച കാണുകയും ചെയ്യാം. എന്നാൽ പുറത്തുള്ള വ്യൂ കണ്ട ഒരു പ്രൈവസിയോടുകൂടി പോകാൻ പറ്റും. ഇനോർമസ് സ്പേസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ പനോർമിക് സൗണ്ട് പ്രൂഫ് വരുന്നുണ്ട്. ഇനിയുള്ള സസ്പെൻഷനാണ്. റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ. നമ്മളിപ്പോൾ പോകുന്ന റോഡിലുള്ള ബംസും ഇപ്പോൾ റോഡിൻ്റെ അടുത്ത് പ്രതലെല്ലാം തന്നെ ആ സസ്പെൻഷൻ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫീല്, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ ഒരു ഫീലിൽ കംഫർട്ട് പാർട്ടാണ് ഇവിടെ അറിയുന്നത്. എസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫീല് തന്നെയാണ് എസ് ക്ലാസ്സിൽ ഇപ്പം ലേറ്റസ്റ്റ് വന്നതിൻ്റെ അല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ 222ൻ്റെ 2013 മുതൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന മോഡലിൻ്റെ ആ ഒരു ഫീൽ തന്നെയാണ്. ഹമ്പ് എടുത്ത് ചാടി ഒന്നും അറിഞ്ഞിട്ടില്ല. ലെങ്ത്ത് കൂടുതലുണ്ടാകുമ്പം ഡ്രൈവേഴ്സിനാണെങ്കിലും നമ്മളെപ്പോഴും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന, പക്ഷേ ഇതിൻ്റെ ഒരു മെനൂവറബിലിറ്റി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംഫർട്ടബിളി ഡ്രൈവറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം ഒരു ഇ ക്ലാസ് എലമെൻറ്റ് തന്നെയാണ്. അത് 124 മുതൽ ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് ഇ ക്ലാസ്. ഈ ക്ലാസ്സിൻ്റെ കുറേ രീതിയിലുള്ള മോഡലുകൾ വന്നു പല കാലഘട്ടത്തിൽ. 124 പറഞ്ഞാൽ ലീസ്റ്റ് ഇലക്ട്രോണിക്സ് ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വന്ന് മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാലത്തുള്ളത്. അപ്പോഴെല്ലാം തന്നെ ഉണ്ടായിരുന്ന കോമൺ കുറച്ച് എലമെൻ്റ് ഉണ്ട്. കംഫർട്ട്, അതുപോലെ തന്നെ നമുക്ക് റിഫൈൻമെൻറ്റ്, ഓടിച്ചു നടക്കാനുള്ള മെനൂവറബിലിറ്റി, സുഖം, ഇതെല്ലാം തന്നെ കോമൺ ഫാക്ടറാണ് ഈ ക്ലാസ്സിന്. അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വേരിയൻ്റ് കൂടെ നമുക്ക് നോക്കാം. ഈ 200 കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ നേരെ കാലിക്കറ്റിലേക്ക് പോകണം. കാലിക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരാം. ഈ ക്ലാസ്സിന് മറ്റ് 2 വേരിയൻസ് ഉള്ളത് ഈ 220Dയും D200 ആണ്. ഞാൻ പറഞ്ഞു അതിലുള്ള തന്നെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണിത്. ഇതിൻ്റെ പുറമെ എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. 63.6 lakhs മുതൽ വരുന്ന പ്രൈസ് വരുന്നത് ഈ 200ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞതും. ഇത് 67.3 lakhs വരുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ മോഡലുമാണ്. സോ ഇതിൻ്റെ ചേഞ്ചസ് നമുക്ക് മെയിൻലി കാണാവുന്ന ഫ്രണ്ടിൽ ആദ്യം ഗ്രില്ലാണ്. ഗ്രില്ല് തന്നെ ഡിഫറെൻ്റ് ആണ്. ഈ ഗ്രില്ല് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സ്പോർട്ട് ഗ്രില്ല്, അത് സെൻട്രൽ സ്റ്റാർ വരുന്ന ഗ്രില്ലാണ്. എലഗൻ ഗ്രില്ലുണ്ട്, അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. എലഗൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പണ്ടുള്ള മെർസിഡീസിൻ്റെ ഇപ്പം എസ് ക്ലാസ്സിലുള്ള ടൈപ്പ് ഗ്രില്ലും വരുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ ഇപ്പോൾ ഏതായാലും അവൈലബിൾ അല്ല. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗ്രില്ല് ഇതും, മറ്റേത് AMG സ്പെക്കുള്ള ഗ്രില്ലാണ്. ഈ ഗ്രില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഓൾറെഡി ഇന്ത്യയിലുണ്ടായിരുന്ന ഈ ക്ലാസ്സിൻ്റെ മാറിയിട്ടുള്ള ആ ഒരു ഗ്രിൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോയിൽ അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ 2 എലമെൻറ്റിനെ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഒന്ന്, ഈ ചുറ്റു ക്രോമ് വന്നുകൊണ്ട് തന്നെ ഗ്രില്ലിന് ഔട്ടർ ലൈൻ വന്നു. നേരത്തെ ഔട്ടർ ലൈൻ ഉണ്ടായിരുന്നില്ല, ഗ്രില്ല് വന്നു, സ്ലാക്സ് മാത്രമേ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നോർമലി ബെൻസിൻ്റെ ഒരു ട്രഡീഷണായിട്ട് വന്നൊരു സംഗതി ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ളിൽ ഈ പുറത്ത് കാണുന്ന 2 ക്രോം സ്ട്രൈപ്പിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന വേർട്ടിക്കൽ സ്ലാക്ക്. പഴയ ബെൻസിലുള്ള ഉള്ളിൽ ശരിക്കും ഇങ്ങനെ ഒരു ഡാർക്കായിട്ട് കളറിൽ കൊടുക്കുന്ന വേർട്ടിക്കലും ഒരു എന്താ പറയുക നെറ്റ് പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ ഇവിടെ വന്നു. ഇത് ആക്ച്വലി നേരിട്ട് കാണുമ്പോൾ ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു ബമ്പറിൽ വന്നിരിക്കുന്ന മാറ്റം, ഇത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വന്നു എയർവെൻറ്റിന്. അതിൻ്റെ ഇത്രയും ഭാഗം ക്രോം വന്ന് ഇതും ക്രോമായിട്ട് പുറമേൽ വരേണ്ടത്. അത് ഇതിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് വേരിയൻ്റ് അനുസരിച്ച് മാറും. പിന്നെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഇതിൽ വന്നിരിക്കുന്നത് 500 റേഞ്ച് വരുന്ന LED ലൈറ്റാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2 ഡോട്ടെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു വീല് മാത്രമാണ് ഡിഫറെൻറ്റ്. ഇതിൽ വന്നിരിക്കുന്ന വീല് ഒരു 5 twin spoke 17 inch അലോയ് ആണ്. നേരത്തെ നമുക്ക് എസ് ക്ലാസ്സിലെല്ലാം കണ്ടൊരു തരം ഡിസൈനാണ്. മാബാൻ വേരിയൻറ്റിൽ വന്നിരുന്നൊരു വീലുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി ചെറിയൊരു ഗ്രില്ല് 17 inch വീലാണ് വന്നിരിക്കുന്നത്. വേറെ സൈഡ് പ്രൊഫൈലിലൊന്നും ഒരു മാറ്റമില്ല. റിയറിലും
കാര്യമായ മാറ്റില്ല. ആകെ വന്നിരിക്കുന്ന ബാഡ്ജിങ്ങിൻ്റെ ഡിഫറൻസും പിന്നെ നോർമൽ ഒരു ബമ്പറാണ്, അത് ഞാൻ കാണിക്കുക. ആ നോർമൽ ബമ്പിൽ പിന്നെ വന്നിരിക്കുന്ന എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ലുക്സിലുള്ള ചേഞ്ച്. മെയിനായിട്ടുള്ള ചേഞ്ചിൻ്റെ ഉള്ളിലാണ്. 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ പെർഫോമൻസും റൈഡും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഈ 200 ഡ്രൈവ് ചെയ്യുമ്പം കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ പെട്രോളിൻ്റെ ഒരു ഫീലാണ്, ഒരു റിഫൈൻമെൻറ്റ്. ഈ 350 റിഫൈൻമെൻറ്റ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നമ്മൾ ഈ 220 ഉണ്ടായിരുന്നതിനേക്കാളും എനിക്ക് ഈ കുറച്ചുകൂടി റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നത് ഈ 220 ഡീസലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള 4 സിലിണ്ടർ ഡീസലിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് കൂടിയൊരു ഫീലുണ്ട്. പക്ഷേ പുതിയ ഈ 220 റിഫൈൻമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മറ്റുള്ള ജേർണലിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതായാലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, വണ്ടി ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു 200 വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 197 HP-യും 320 Nm ടോർക്കുമാണ്. ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ 220 വന്നിരിക്കുന്ന ഡീസൽ എന്ന് പറയുന്നതും ഇൻലൈൻ 2 സിലിണ്ടർ തന്നെയാണ്. അതിൽ 194 HP-യും അതുപോലെ തന്നെ 400 Nm ടോർക്ക്. ഓൾമോസ്റ്റ് സെയിം ഫിഗേഴ്സ് ആണ്. ടോർക്കിൽ കുറച്ച് കൂടുതൽ ഡീസലായിട്ടുള്ളത്. രണ്ടും തന്നെ 9 സ്പീഡ് ഗിയർ ബോക്സിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആ ഗിയർ ബോക്സിൻ്റെ ഒരു അനുഭവം കൂടി ചേരുമ്പോൾ ശരിക്കും നല്ലൊരു പവർ ട്രെയിൻ ഫീൽ എനിക്ക് ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റിഫൈൻമെൻറ്റ് ലെവലിലാണ്. എഞ്ചിൻ്റെ ഒരു തരത്തിലുള്ള സൗണ്ടോ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലേക്ക് ഇടാമെന്ന് വയ്ക്കാം. എന്നിട്ട് പോലും ഇത്ര സൗണ്ട് വരുന്നുള്ളൂ. സ്പോട്ടി ആണെങ്കിൽ കൂടി നമുക്കൊരു ഗ്രൗളോ സൗണ്ടോ ഒന്നും വരുന്നില്ല. അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഫീലാണ് ഈ ഒരു ഈ 200 ലഭിക്കുന്നത്. അത് ആണ് ഇതിൻ്റെ ഒരു വലിയൊരു USB ആയിട്ട് നിൽക്കുന്നത്. എങ്കിലും ബാക്കിയുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇന്ന് രാവിലെ മുതൽ ഡ്രൈവ് ചെയ്തു, ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നല്ല രീതിയിൽ റിഫൈൻമെൻറ്റിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എഞ്ചിൻ്റെ മാത്രമല്ല സസ്പെൻഷൻ. ഇപ്പം നേരത്തെ നമ്മൾ ഡ്രൈവ് ചെയ്തിരുന്ന ഈ 350 എയർ ബോഡി കൺട്രോൾ എന്ന് പറയുന്ന എയർ സസ്പെൻഷനാണ്. അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റും റൈഡിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതിലാണെങ്കിലും നമ്മൾ നോർമൽ സസ്പെൻഷൻ ആണെങ്കിലും നല്ലൊരു ഫീല് ശരിക്കും ലഭിക്കും. നമ്മൾ ട്രാവലോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ 220 നമ്മൾ ചെട്ടിനാടെല്ലാം പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, അത് കാണാം. അപ്പോൾ അതിൽ കിട്ടിയിരുന്ന ആ ഒരു അനുഭവം ഉണ്ടായിരുന്നത് ഒരു റിഫൈൻമെൻറ്റും ഫീലും ഒരു ഇമ്പ്രൂവ് ചെയ്തായിരുന്നു. ഇന്ത്യയിൽ ഈ ക്ലാസ് പുതിയത് വന്നതിൻ്റെ ശേഷം ഇമ്പ്രൂവ് ചെയ്തൊരു ഫീൽ ആയിരുന്നില്ല. അതിനേക്കാളും കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്തൊരു ഫീല് ഈ ഒരു സസ്പെൻഷനിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ മോശമായിട്ടുള്ള ചില ഈ കട്ടിങ്ങുകളുണ്ട് റോഡിൽ വെട്ടിയിട്ടുള്ള ഭാഗത്ത്. അവിടെ എത്തുമ്പോൾ ഡാമ്പ് തീരെ അറിയുന്നില്ല. അത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് കുറച്ച് അറിയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം കിളച്ച് കഴിഞ്ഞ റോഡിലെല്ലാം ഉണ്ടാകുന്ന ഒരു അമ്പുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞതിനേക്കാളും പെട്ടെന്നായിരിക്കും അത് അടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ടക്സ് എന്നുള്ളൊരു അടി വരും. അത് ശരിക്കും അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്തില്ല. പുതിയ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഫീലും ആണെങ്കിലും ഈ ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ബേജ് കളർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട് പിടിക്കാൻ. ലാപ്പ ലെതറാണ്, നമുക്ക് ആർട്ടിക്കോ ലെതറാണ് സീറ്റിന് വരുന്നെങ്കിലും സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് ലാപ്പ ലെതറാണ്. അപ്പോൾ ആ ഒരു ഫീലും ഇതിൻ്റെ മെനോറബിലിറ്റിയും എല്ലാം തന്നെ ഉഗ്രനായിട്ടുണ്ട്. ഈ 350 മേജറായിട്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒന്ന് സസ്പെൻഷനോ ഒന്ന് ഡ്രൈവ് ട്രെയിനിലാണ്. ഈ 220D ആണെങ്കിലും ഈ 200 പെട്രോൾ ആണെങ്കിലും. അപ്പം ആ മാറ്റമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് ഒരു റിവ്യൂ പറയുമ്പോൾ 2 മോഡലും കൊണ്ടുവരാൻ സാധിച്ചു. ഈ 220D പെൻഡിങ് ആണ്, മേ ബി നമുക്ക് പിന്നീട് ഒരിക്കലും കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ ചേരുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് റിവ്യൂ എന്നുള്ള ഫോമാണ്. ഇനി ഇതിൻ്റെ റിയർ സീറ്റും കൂടെ നമുക്ക് സസ്പെൻഷനിൽ മാറ്റമുള്ളതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ 200 പെട്രോളിൻ്റെ റിയർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാറ്റം വന്നിരിക്കുന്നത് നേരത്തെ ഈ 350 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എയർ ബോഡി കൺട്രോൾ എന്ന് പറയുന്ന സസ്പെൻഷൻ ഇല്ലയെന്നേ ഉള്ളൂ. ആ ഒരു സസ്പെൻഷൻ്റെ ഡിഫറൻസ് കൊണ്ട് റിയറിലുണ്ടാകുന്ന ഡിഫറൻസ് മാത്രമാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഈ 350 ഓൾറെഡി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ സീറ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഇത്രയും ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കൊരു കംഫർട്ടബിളായിട്ട് റെഗുലർ ഡ്രൈവിൽ ഉണ്ടാകുന്നൊരു പൊസിഷൻ വെച്ച് വേണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ലഭിക്കും. ഈ സ്പേസ് ലഭിക്കുമ്പം നമുക്ക് വേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ക്ലാസ് ഇന്ത്യയിൽ ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സസ്പെൻഷനും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ട്രാവലോഗുകളിൽ ഈ 220 നമുക്ക് കിട്ടിയിരുന്നൊരു ഫീൽ. അതൊന്നും കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് കൂടിയതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ബാക്കിലാണെങ്കിലും. നേരത്തെ പറഞ്ഞ പോലെ ഡാമ്പ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ട് പിന്നെ ആ ഫ്ലോട്ടിങ് ഫീൽ സാധാരണ ഒരു മെർസിഡീസ് എല്ലാം ആകുമ്പോൾ നമ്മളെപ്പോഴും എൻജോയ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രാവലിംഗ് കംഫർട്ട്. അതിന് ആ ഫ്ലോട്ടിംഗ് ഫീല്
ഇങ്ങനെയുള്ള ബോഡി റോൾ കുറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ഫീൽ ആണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി കംഫർട്ട് ലഭിക്കുക. ഇത്തരമുള്ള ബോഡി റോളാണ് പലപ്പോഴും പലർക്കും എപ്പോഴും ഒരു എന്താ പറയുക ഒരു സിക്നസ് തോന്നിക്കുക. ചിലർക്ക് മോഷൻ സിക്നസ് ഉണ്ടാവും. അപ്പോൾ ചില ലക്ഷറി വണ്ടിയിൽ പോകുമ്പം വോമിറ്റിംഗ് ടെൻഡൻസിലുണ്ടാവും, ഛർദ്ദിക്കാൻ വരുന്നുണ്ടെല്ലാം പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നല്ലത് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് കുറച്ച് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് വരാം. അത് ഏതായാലും ഇതിൽ വരുന്നുണ്ട്. നല്ല സസ്പെൻഷൻ തന്നെ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ഡൗട്ടൊന്നുമില്ല. പക്ഷെ അതിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചുകൂടി ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേരത്തെ ഡ്രൈവറിൽ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനുള്ള റിഫൈൻമെൻറ്റ് കൂടി ചേരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബെറ്റർ റൈഡ് ലഭിക്കുന്നുണ്ട്. പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ആണ്. പ്രീ ഫേസിൽ തന്നെ ഞാൻ പറഞ്ഞു അതിൽ ഇടയ്ക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൂടെയാണുള്ളത്. സോ മൊത്തത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതും കൂടെയാണ് ഈ ഒരു വേരിയൻ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുതിയ ഈ ക്ലാസിൻ്റെ വില നോക്കാം. ഈ ക്ലാസിൻ്റെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന E200 എക്സ്പ്രഷൻ എന്ന പെട്രോൾ വേരിയൻ്റാണ്. ഇതിൻ്റെ വില വരുന്ന 63.6 ലക്ഷം രൂപയാണ്. അടുത്ത വരുന്ന E200 എക്സ്ക്ലൂസീവിന് 67.2 ലക്ഷം രൂപയും ഡീസലിലെ ചെറിയ മോഡലായിട്ടുള്ള E220 ഡീസൽ എക്സ്പ്രഷന് 64.8 ലക്ഷം രൂപയും E220D എക്സ്ക്ലൂസീവിന് 68.3 ലക്ഷം രൂപയാണ്. ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ക്ലാസ്സിന് ടോപ്പ് ഓഫ് ദ റേഞ്ച് മോഡലായ E350Dക്ക് വരുന്നത് 80,90,000 രൂപയാണ്. എന്തായാലും ഈ ക്ലാസ്സുമായിട്ടുള്ള ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് വീണ്ടും കളർഫുള്ളായി മാറി. ഈ കളർഫുൾ ഓർമ്മയോടുകൂടി ഞാൻ റിവ്യൂ അവസാനിക്കാം. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.